അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെങ്കിൽ പിന്നെ ഇന്ന് നമ്മൾ ഒരു ചക്ക കൊണ്ടുള്ള ഒരു പലഹാരം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കാനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചക്കച്ചുള അരിഞ്ഞെടുക്കട്ടോ. ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കട്ടോ. അതിന് വേണ്ടി നുള്ള മഞ്ഞൾപ്പൊടി, നുള്ള ഉപ്പ്, ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, നാളികേരം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. നുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കളറിന് ആവശ്യമായിട്ട് കളറുണ്ട് അല്ല, ഒന്നുകൂടി ഭംഗിക്ക് മഞ്ഞൾപ്പൊടി നുള്ളിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നല്ലതല്ലേ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നു. ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വിയറ്റ്നാമിലെ സൂപ്പർ ചക്കയാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്, നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് അതിന്. സാധാ ചക്ക പോലെയല്ല. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ബൗള് ആട്ടുപൊടി ഇട്ടിട്ടാണ്, ഗോതമ്പ് മാവ്, ഒരു കപ്പ് നാളികേരം കേട്ടോ. നാളികേരം ചെറിയത്, ഗോതമ്പ് പൊടി, ചക്ക നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടിയൊക്കെ നന്നായി ഒന്ന് മിക്സ് ആക്കണേ. നാളികേരവും ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പൊക്കെ നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി വെക്കണേ. എല്ലാവരും ഉണ്ടാക്കി വെക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഈ ചക്കയ്ക്ക്. പ്രത്യേകിച്ച് ഈ ചക്കയ്ക്ക് എല്ലാ ചക്കയും ടേസ്റ്റാണ്, ഇതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വിയറ്റ്നാം സൂപ്പർ അല്ലിക്ക് ഇത് കറുവപ്പട്ടൻ്റെ ഇല കേട്ടോ. കറുവപ്പട്ടൻ്റെ ഇല വലുത് എനിക്ക് കിട്ടുന്നില്ല, അപ്പോൾ ഞാൻ ചെറുതെടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ കറുവപ്പട്ടൻ്റെ ഓരോന്ന് ഇതേപോലെ കുമ്പിളാക്കിയിട്ട് തെങ്ങേർക്കിൽ കൊണ്ട് കുത്തി കൊടുക്കാം കേട്ടോ. ഇത് ചക്കൻ്റെ പ്ലാവിൻ്റെ വിയറ്റ്നാം സൂപ്പർ അല്ലിൻ്റെ ഇലയാണ് കേട്ടോ. പ്ലാവിൻ്റെ ഇലൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞറിയിക്കണ്ടല്ലോ. അത്രയും ഔഷധ ഗുണമില്ലാണ് കേട്ടോ. ചുമ്മാ അങ്ങനെ ഇല ഇട്ട് തിളപ്പിച്ച് കൊടുക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. അതിൻ്റെ ഗുണം കൂടി ഇതിൽ കിട്ടുമല്ലോ, ഇതിലേക്ക് ഇറങ്ങുമല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ. ഇത് വാഴൻ്റെ ഇലയാണ് കേട്ടോ. വാഴൻ്റെ ഇലയിലും ചെയ്യാന്നില്ലേ കാണിച്ചു തന്നിട്ടാണ്. വാഴൻ്റെ ഇലയിൽ തന്നെ ഉണ്ടാക്കിയാൽ ആവിക്ക് പുഴുങ്ങിയിട്ടാലൊക്കെ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ കിട്ടുമല്ലോ. ഇങ്ങനെ ഓരോന്നായി ആദ്യം നമുക്ക് എല്ലാ കുമ്പിളെത്തി കൊടുക്കാം കേട്ടോ. ഈർക്കിൽ വെച്ചിട്ട്
തേങ്ങീർക്കിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് നമുക്ക് നിറച്ചെടുക്കാം കേട്ടോ. മാവൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ശർക്കര ചേർക്കേണ്ട ആവശ്യമേ ഈത്തപ്പഴം ചേർക്കേണ്ട ആവശ്യമില്ല. അത്രക്കും മധുരം കേട്ടോ വിയറ്റ്നാം സൂപ്പർ എല്ലിക്ക്. മധുരം വായിന്ന് പോവില്ല, അത്രക്കും മധുരമാണ്. ഞാൻ കുറച്ച് ഈത്തപ്പഴം ഇട്ടു, അതിൻ്റെ മേടെ കൊണ്ടുണ്ടാവുമല്ലോ. ഓരോന്നായി നിറച്ച് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓരോന്നായിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. വാഴൻ്റെ ഇല, കറുവപ്പട്ടൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല, കറുവപ്പട്ടൻ്റെ ഇല. കറുവപ്പട്ടൻ്റെ ഇല ചെറുതാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. വലുതുണ്ട്, കിട്ടണില്ല ശരിക്ക്. അപ്പോൾ ഞാൻ ചെറുതന്നെ എടുത്ത് വന്ന കേട്ടോ. കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വന്നതാണ്. ഞാൻ പ്ലാവിൻ്റെ ഇലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്ലാവിൻ്റെ ഇലയിൽ ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ചക്കൻ്റെ ആ പ്ലാവിൻ്റെ ഇല കൊണ്ട് തന്നെ ആകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പ്ലാവിൻ്റെ ഇലനകത്ത് പ്ലാവിൻ്റെ ഇല നല്ല ഔഷധ ഗുണമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി വെക്കൊണ്ട്. ഓരോന്നായിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ടും ഇതേപോലെ നിറച്ച് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്, ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും 4 മണിക്കും എപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ചക്കൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസ് ഇതിൽ ഔഷധ ഗുണമല്ല തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അങ്ങനെ മുഴുവനായിട്ടും ഫില്ല് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ആവിയിൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ആവി പാത്രത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോന്നിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും പറയണ്ടെങ്കിൽ. മൂടി വെച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റ്. ഇനി നമുക്ക് ചക്ക കൊണ്ട് തന്നെ, ചക്കച്ചോള വെച്ചിട്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2-3 ചക്കച്ചോള ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക.
പാൽ കേട്ടോ, പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മധുരം ചേർക്കണേ ഇല്ല കേട്ടോ, അത്രക്കും മധുരമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈത്തപ്പഴം, ചക്കച്ചുള, അണ്ടിപ്പരിപ്പ്, ഇത്രയും സാധനം പാലും ഇട്ടിട്ട് അടിച്ചെടുത്ത ചക്കപ്പത്തിൻ്റെ കൂടെ തന്നെ ഇത് കുടിക്കാനാട്ടോ ഞങ്ങൾ. നല്ല ടേസ്റ്റാട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കിക്കോളി. നമ്മളപ്പം വേവിക്കണം കേട്ടോ. ഒരു ഈർക്കിലോണ്ട് കുത്തി നോക്കുക. അപ്പം ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം നമുക്ക്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാട്ടോ. വേവിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ. നല്ല വെന്താണ്. കണ്ടല്ലേ വെന്ത്, എന്താ ടേസ്റ്റ് അറിയോ, ഭയങ്കര ടേസ്റ്റാട്ടോ. ചക്കപ്പം ചക്ക കൊണ്ട് തന്നെ ജ്യൂസും അടിപൊളി ടേസ്റ്റാട്ടോ. സ്മെല്ലുകൊണ്ട് ഇപ്പം തന്നെ ഞങ്ങൾ കഴിച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത്രക്കും ടേസ്റ്റാണ്, സ്മെല്ലുകൊണ്ട് കഴിക്കാൻ തോന്നും കേട്ടോ.